കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീച്ചിലിരുന്ന് മദ്യപിക്കാൻ തുടങ്ങിയ ഭാസ്കരനെ പോലീസുകാർ പിടികൂടുന്നുണ്ട്. ക്ഷീണം തീർക്കാൻ കടൽക്കരയിലിരിക്കായിരുന്ന സുധീഷിനോടായി ക്ഷീണമൊക്കെ മാറിയില്ലേ, ഇനി അവരുടെ അടുത്തേക്ക് പോയാലോ എന്ന് നിധി ചോദിക്കുമ്പോൾ, നിധി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നവനും പറയുന്നുണ്ട്. എന്താ എന്ന് അവൾ ചോദിക്കുമ്പോൾ, നിധിയെ കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ട് എന്നവൻ പറയുന്നുണ്ട്. ആണോ, അതെനിക്ക് നേരത്തെ അറിയാവുന്നതായിരുന്നു കേട്ടോ. ഞാൻ പോവാ, വരുന്നുണ്ടോ എന്നവൾ ചോദിക്കുമ്പോൾ, അവനും ദാ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അവളുടെ പുറകെ പോകുന്നുണ്ട്. സുഭാഷും നികേഷും ബീച്ചിന്റെ സൈഡിലൂടെ നടക്കുമ്പോഴാണ് അതിന് തൊട്ടടുത്തുള്ള റോഡിലൂടെ ഭാസ്കരനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്നത്. സുഭാഷിനെ കണ്ട ഭാസ്കരനും, എടാ സുഭാഷേ, എന്നെ പോലീസുകാർ പിടിച്ചടാ, അവരെന്നെ കൊണ്ടുപോവുക എന്നൊക്കെ പറയുമ്പോഴേക്കും സുഭാഷും അയ്യോ അച്ഛൻ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ അച്ഛനാണോ എന്ന് പോലീസുകാർ ചോദിക്കുമ്പോൾ, അതെ, എന്താ സർ കാര്യം എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. വെള്ളമടിക്കാൻ വീട്ടിൽ നിന്നും പബ്ലിക് പ്ലേസിലേക്കാണോ വരുന്നത്? ഇവിടുന്ന് വെള്ളമടിച്ചൂടാന്ന് ഈ ആൾക്കറിയില്ലേ എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ, സാറിന്റെ കൈവിട്ടെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ പോലീസുകാരന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. കണ്ടോ, ഇതാ ഭാവം, മോൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വന്ന് കണ്ട് കാര്യം പറഞ്ഞിട്ട് കൊണ്ടുപോയേക്കാം എന്ന് കരുതി. പബ്ലിക് ന്യൂസൻസിന് എന്താ ശിക്ഷയെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നയാൾ പറയുമ്പോഴേക്കും, അയ്യോ സാറേ, ഒന്നും ചെയ്യല്ലേ, ഇനി ഇതൊന്നും ആവർത്തിക്കില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. മര്യാദക്ക് നടന്നൂടെ ഇയാൾക്ക്? പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇയാൾ ഞങ്ങളെ നിയമം പഠിപ്പിക്കുക എന്ന് പോലീസുകാരൻ പറയുമ്പോഴേക്കും, അയ്യോ സാറേ, ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് മാറിയത് എന്നവൻ പറയുമ്പോൾ, അപ്പോഴേക്കും പണി പറ്റിക്കേ ചെയ്തു അല്ലേ എന്ന് പോലീസുകാരനും പറയുന്നുണ്ട്. അപ്പോഴാണ് നിധിയും സുധീഷും അങ്ങോട്ട് വരുന്നത്. നിധി, എനിക്കൊരു കാര്യം പറയണമായിരുന്നു എന്നവൻ പറയുമ്പോൾ, എന്താ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ കുറെ കാലമായി ഞാൻ പറയണമെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് അവന് ഒന്ന് പരിങ്ങുമ്പോഴേക്കും നിധി പെട്ടെന്ന് റോഡിലെ ആ കാഴ്ച കാണുന്നുണ്ട്. അവള് അയ്യോ ദേ നോക്ക് എന്നും പറഞ്ഞ് അങ്ങോട്ട് നടക്കുമ്പോഴേക്കും പോലീസുകാർക്കൊപ്പം അച്ഛനെയും സുഭാഷിനെയൊക്കെ കണ്ട സുധീഷും, ഇയാളാണല്ലോ ഇന്ന് എനിക്ക് മുഴുവൻ പാര എന്നും പറഞ്ഞുകൊണ്ട് നിധിക്കൊപ്പം അങ്ങോട്ട് പോകുന്നുണ്ട്. നിധിയെ സുധീഷ് അങ്ങോട്ടെത്തി എന്താ കാര്യം എന്ന് അന്വേഷിക്കുമ്പോഴേക്കും പോലീസുകാരനും ഇതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെന്റെ അനിയൻ, ഇതവന്റെ വൈഫ്, മറ്റേത് എന്റെ ഇളയ അനിയനാ എന്നൊക്കെ സുഭാഷ് പറയുമ്പോഴേക്കും, ഓഹോ, അപ്പൊ ഫാമിലി ആയിട്ട് വന്നിട്ടാണോ ഇയാൾ ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്ന് പോലീസുകാരനും ചോദിക്കുന്നുണ്ട്. സാറേ, ഇത്തവണയ്ക്ക് സാറൊന്ന് ക്ഷമിക്കണം, ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല എന്നൊക്കെ സുഭാഷ് പറയുമ്പോഴേക്കും, കാരണവരെ, കുടുംബം കൂടെയുള്ളത് കൊണ്ട് ഇത്തവണ താൻ രക്ഷപ്പെട്ടു, ഇനി ഇത് ആവർത്തിച്ച ഇങ്ങനെയായിരിക്കില്ല ഞങ്ങൾ പെരുമാറുന്നത് എന്ന് പോലീസും ഭാസ്കരനോടായി പറയുന്നുണ്ട്. എന്ന് ഭാസ്കരനോടായി പറഞ്ഞുകൊണ്ട് പോലീസുകാർ അങ്ങോട്ട് നടന്നു പോവാണ്. എന്താ സുഭാഷ് ഏട്ടാ, എന്താ കാര്യം എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും, പബ്ലിക് പ്ലേസിൽ മദ്യം കൊണ്ടു നടന്ന് വിൽക്കുന്നതിനൊരു കുഴപ്പമില്ല, അധികം വില കൊടുത്ത് വാങ്ങി എവിടെയെങ്കിലും ഒരു സൈഡിലിരുന്ന് കുടിക്കാന്ന് വെച്ചാൽ അതായിപ്പോ വലിയ കുഴപ്പമായത്. യൂസ്ലെസ് ഫെലോസ്, ഇതിവന്മാരുടെ ഒത്തുകളിയാ, വിൽക്കുന്നവന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ, വാങ്ങുന്നവന്റെ കയ്യിൽ നിന്ന് പിഴ. എന്റെ കയ്യിൽ എന്താ പിഴയടക്കാൻ കാശില്ലെന്നാണോ ഇവന്മാരുടെ വിചാരം? പോടാ പോടാ, പോയി പണി നോക്ക് എന്നും പറഞ്ഞ് ഭാസ്കരൻ അരയിൽ വെച്ച കുപ്പിയെടുത്ത് കുടിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും, അച്ഛൻ എന്തായി കാണിക്കുന്നേ എന്ന് പറഞ്ഞ അയാളെ തടയുന്നുണ്ട്. എടാ, ഞാൻ എന്ത് കാണിച്ചു എന്നാ? പബ്ലിക് ന്യൂസൻസ് പോലും, ഞാനതിന് ആരെങ്കിലും തല്ലിയോ ചീത്ത വിളിച്ചോ? എവിടെയെങ്കിലും ഇരുന്ന് 2 പെഗ് അടിച്ച് കടലിലേക്ക് നോക്കി പാട്ടും പാടിയിരിക്കാന്ന് കരുതി, അതൊരു തെറ്റാണോ എന്നൊക്കെ അയാൾ ചോദിക്കുമ്പോൾ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്, ഇയാൾക്കായിരുന്നല്ലോ വലിയ ധൃതി, ഇപ്പൊ എന്തായി എന്ന് നിധിയെ നോക്കിക്കൊണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്. കുടിച്ചൂടെങ്കിൽ കുടിച്ചൂടാന്നുള്ള ബോർഡ് വെക്കണം, അതുണ്ടോ ഇവിടെ എന്ന് ഭാസ്കരൻ ചോദിച്ചുകൊണ്ട് ആ കുപ്പി വീണ്ടും എടുക്കുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ അത് വാങ്ങി ദൂരേക്ക് വലിച്ചെറിയുന്നുണ്ട്. അയ്യോ, ഒരു ക്വാർട്ടർ പോയി, 200 പോയി എന്ന് ഭാസ്കരൻ പറയുമ്പോൾ, കുറച്ചെങ്കിലും മര്യാദ കാണിച്ചൂടെ എന്നവൾ ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് മര്യാദകേടാ കാണിച്ചേ എന്ന് അയാളും പറയുന്നുണ്ട്. ബീച്ച് പോലുള്ള പൊതുസ്ഥലങ്ങളിൽ മദ്യവെച്ചൂടാന്നറിയില്ലേ, അതിന് ഇനി പ്രത്യേകം ബോർഡ് വെക്കണോ? വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളല്ലേ, ഈ കൊച്ചു കാര്യം അറിയാത്തതാണോ? എല്ലാവരും കൂടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? കുറച്ച് സമയം ഒരുമിച്ചിരുന്ന് നന്നായി ടൈം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ കരുതിയിട്ടല്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ കാണിക്കണ്ടേ എന്ന് നിധി ചോദിക്കുമ്പോൾ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ, നീയല്ലേ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. വരാൻ ഇഷ്ടമില്ലെങ്കിലേ അപ്പൊ പറയണായിരുന്നു, ഇതിപ്പോ വിളിച്ച ഉടനെ ഇങ്ങോട്ട് വന്നിട്ട് നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുവന്ന പോലെയാണല്ലോ പറയുന്നത്. എന്തിനാ നിങ്ങളുടെ മക്കളെ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും നികേഷും ദേഷ്യത്തോടെ, വായേട്ടാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് പോവാൻ ഒരുങ്ങുന്നത്. ശരിയാ, അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ മൂഡ് പോയിരിക്കുക, അതിന്റെ ഇടയില എന്ന് പറഞ്ഞ് സുധീഷും അവന്റെ കൂടെ പോകാൻ ഒരുങ്ങുന്നുണ്ട്. നികേഷും സുധീഷും നടന്നു പോകുമ്പോൾ നിധി വാ എന്ന് പറഞ്ഞ് നിധിയെ വിളിക്കുന്നുണ്ട്. നിധിയും അവരുടെ കൂടെ ചെല്ലാണ്. അപ്പോഴേക്കും സുധീഷും സുഭാഷിനെ നോക്കിക്കൊണ്ട്, സുഭാഷ് ഏട്ടൻ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ ഞാൻ എന്ന് സുഭാഷ് സംശയത്തോടെ നോക്കുമ്പോൾ, അല്ലെങ്കിലേ അവിടെ ഇരുന്ന് അയാളുടെ കൂടെ തിരയെണ്ണ് എന്ന് പറഞ്ഞ് അവർ നടന്നു പോകുമ്പോഴേക്കും സുഭാഷും അവന്റെ പുറകെ പോകുന്നുണ്ട്. ഭാസ്കരനും എടാ സുഭാഷെ എന്ന് വിളിച്ച് സുഭാഷിന്റെ പുറകെ പോവാണ്. അവർ 2 ഓട്ടോകളിലായി വീട്ടിലെത്തുമ്പോഴേക്കും ഭാസ്കരനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട്, ഒരു ക്വാർട്ടർ വാങ്ങി ഇവിടെ ഇരുന്നെങ്ങാനും അടിച്ചാൽ മതിയായിരുന്നു, ഇതിപ്പോ ആ പെണ്ണിന്റെ വാക്കും കേട്ട് പോയിട്ട് വെറുതെ ഓരോ പ്രശ്നങ്ങളെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ തന്റെ കട്ടിൽ ചെന്നിരിക്കുന്നുണ്ട്. സുധീഷും സുഭാഷിനെ വിളിച്ചുകൊണ്ട്, ദേ സുഭാഷ് ഏട്ടാ നോക്ക്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കുലുക്കൊണ്ടെന്ന് നോക്ക് എന്ന് പറയുമ്പോഴേക്കും, ഇനിയില്ല, ഇനി ആര് വിളിച്ചാലും ഞാൻ ബീച്ചിലേക്കില്ല എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. അച്ഛൻ എഴുന്നേറ്റ് തന്റെ ഷർട്ട് മാറ്റുമ്പോഴേക്കും, ഇയാൾക്കായിരുന്നല്ലോ ഇങ്ങനെ കൊണ്ടുപോകാൻ വലിയ ധൃതി, ഇപ്പൊ മതിയായോ എന്ന് നിധിയോടായി സുധീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്.
എന്താ എന്താ കാര്യം എന്നവൻ ചോദിക്കുമ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു, സന്തോഷത്തോടെ ബീച്ചിൽ ചെലവഴിക്കാന്ന് വെച്ചിട്ട് പോയതാ. ഇയാൾ വന്ന് കള്ളും കുടിച്ച് പോലീസ് പിടിച്ച് ആകെ നാണക്കേടായി എന്ന് സുധീഷ് പറയുമ്പോൾ ഇയാളെ ആരാ അങ്ങോട്ട് കൊണ്ടുപോയത് എന്ന് ഹരീഷൻ ചോദിക്കുന്നുണ്ട്. അയ്യോ അതറിഞ്ഞില്ലേ, ദേ നിൽക്കുന്നു മാഡം കരുണാമയി, ഒറ്റക്കാവുമല്ലോ പാവം എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയതാ. ഇതിപ്പോ ബാക്കിയുള്ളവരുടെ സമാധാനം കൂടി പോയി കിട്ടി എന്ന് സുധീഷ് പറയുമ്പോൾ അതിന് നീ എന്തിനാ അവളെ വഴക്ക് പറയുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അത് ശരിയാ, ഏട്ടത്തിക്ക് അറിയില്ലല്ലോ ഇയാൾ തള്ളിപ്പൊളിയാണെന്ന് എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കേട്ടുന്ന ഭാസ്കരനും നിർത്തടാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ നിങ്ങൾ പറയുന്നേ? സർക്കാർ കൊട്ടക്കണക്കിന് നികുതി കൂട്ടിയെടുക്കുന്ന സാധനം വാങ്ങി കഴിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അച്ഛൻ പിന്നെയും അവരോട് വാദിക്കുമ്പോഴേക്കും സുധീഷ് ദേഷ്യത്തോടെ ഒരു ഇഷ്ടിക എടുത്ത് അച്ഛനെ എറിയാൻ ഒരുങ്ങുന്നുണ്ട്. സുഭാഷും ഹരീഷും അവൻ തടയുമ്പോഴേക്കും നികേഷും ഇറങ്ങിപ്പോടോ വെറുതെ അടി വാങ്ങാനായിട്ട് എന്ന് ദേഷ്യത്തോടെ പറയാണ്. ഭാസ്കരനും പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് എന്താടാ എങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോണ്ടേ എന്നൊക്കെ പറഞ്ഞ് നികേഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സുഭാഷും പെട്ടെന്ന് പ്രശ്നം ഒഴിവാക്കാനായി വാ അകത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് നികേഷിനെ പിടിച്ച് അകത്തേക്ക് പറഞ്ഞേക്കാണ്. ഇതിനൊക്കെ നിങ്ങൾ ഒരു ദിവസം അനുഭവിക്കും എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഇനി ഞാൻ എന്തനുഭവിക്കാനടാ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ, ഒരു വിധത്തിൽ ആ പോലീസുകാരുടെ കാല് പിടിച്ച് അവരിങ്ങ് വിട്ടത്, അല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വന്നേനെ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഓഹോ വലിയ നല്ല കാര്യമല്ലേ ചെയ്തത്, അവരെന്നെ പിടിച്ചു കൊണ്ടുപോയാലും ഒന്നും ചെയ്യില്ലായിരുന്നു, ഇന്ന് രാത്രി അവർ വാങ്ങി തരുന്ന പൊറോട്ട ഇറച്ചിയും കഴിച്ച് നാളെ രാവിലെ ഞാൻ ഇന്ന് പോന്നേനെ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ ഒന്ന് പോടാ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും സുഭാഷ് ദേഷ്യത്തോടെ സുധീഷിനെ വിളിച്ച് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നിധിയും അയാളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഓഹോ ഇനി നിന്റെ വകയുണ്ടോ എന്ന് ഭാസ്കരൻ ചോദിക്കാണ്. നിങ്ങളെ ബീച്ചിലേക്ക് കൊണ്ടുപോയത് എന്റെ തെറ്റ്, പാവല്ലേ ഇവിടെ ഒറ്റയ്ക്കിരിക്കല്ലേ എന്നൊക്കെ കരുതി വിളിച്ചതാ, അതൊക്കെ എന്റെ തെറ്റാ എന്നവൾ പറയുമ്പോൾ എന്നെ കണ്ടിട്ട് നിനക്ക് പാവാണെന്ന് തോന്നിയോ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. എനിക്കെന്താ മോളെ ബീച്ചൊന്നും അറിയില്ലേ, ഞാൻ ബീച്ച് കാണാത്ത ആളാണെന്നാണോ നീ കരുതിയേ എന്നയാൾ ചോദിക്കുമ്പോൾ അങ്ങനല്ല, ഇങ്ങനെ കുടുംബത്തോടെ ഇതുവരെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, അങ്ങനെ ഒരു നല്ല ശീലം തുടങ്ങി വെക്കാന്ന് കരുതി, സ്നേഹമുള്ള നല്ലൊരു കുടുംബാക്കി മാറ്റാന്ന് കരുതി, പക്ഷേ നിങ്ങൾ അതിന് സമ്മതിക്കില്ല, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല എന്നവൾ പറയുമ്പോൾ ഓഹോ അപ്പൊ ഇതിനെ ഒരു കുടുംബാക്കി മാറ്റലാണോ നിന്റെ ജോലി, അതിനാണോ നീ തക്കലേന്ന് ഇവിടം വരെ വന്നത്, ആദ്യം സ്വന്തം ജീവിതം ഒരു വഴിക്കാക്കാൻ നോക്കുമോളെ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധിയും ദേഷ്യത്തോടെ ഇനി ഞാൻ നിങ്ങളെ എവിടെയും കൊണ്ടുപോവില്ല എന്ന് നിധി പറയുമ്പോൾ ഞാനോട്ട് നിന്റെ കൂടെ വരാനും പോകുന്നില്ല എന്ന് ഭാസ്കരനും പറയുന്നുണ്ട്. നിധി ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ഭാസ്കരനും എന്തോ ആലോചിച്ചുകൊണ്ട് സമയം എത്രയായി കാണും, ബ്യൂറോജസ് അടിച്ചു കാണും എന്തോ, രണ്ടെണ്ണം അടിക്കാതെ എങ്ങനെ കിടന്നുറങ്ങും എന്നും പറഞ്ഞ് തന്റെ സൈക്കിളും എടുത്ത് ഒരു പാട്ടും പാടിക്കൊണ്ട് നടന്നു പോവാണ്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഉമ്മർത്തിരുന്ന് പഠിക്കാണ് നികേഷ്. സുധീഷ് അങ്ങോട്ട് വന്ന് എടാ പഠിക്കാനോ എന്ന് ചോദിക്കുമ്പോൾ അല്ല കടല വറുക്ക എന്ന് അവനും സുധീഷിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോഴാണ് സുധീഷ് നിധിക്കായി വാങ്ങിയ സ്കൂട്ടി മുറ്റത്ത് കിടക്കുന്നത് കാണുന്നത്. സുധീഷ് പെട്ടെന്ന് അകത്ത് പോയി അതിന്റെ ചാവി എടുത്ത് വന്ന് സ്കൂട്ടി ഓടിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്താ ലൈസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിടന്ന് കറങ്ങാന്ന് കരുതിയോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഡാഡാ ഇരുന്ന് പഠിക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഒരു രാജമല്ലി വിടരും പോലെ എന്ന പാട്ടും പാടിക്കൊണ്ട് സ്കൂട്ടി എടുത്ത് മുറ്റത്തൂടെ ഓടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി അങ്ങോട്ട് വരികയാണ്. നികേഷെ പഠിക്കാണോ എന്നും ചോദിച്ച് നിധി അവൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴേക്കും എന്ത് ചെയ്യാനായിരുത്തി പാസ്സാവണ്ടേ എന്നവനും പറയാനും. അങ്ങനെ ചിന്തിച്ചാൽ തോറ്റു പോവുകയുള്ളൂ, ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ വേണ്ടി പഠിച്ചാൽ എന്തായാലും ജയിക്കും, ഇനി ഡിസ്റ്റിങ്ഷന് വേണ്ടി പഠിച്ചാൽ ഫസ്റ്റ് ക്ലാസ് എങ്കിലും കിട്ടും, നീ ഫസ്റ്റ് ക്ലാസ് വാങ്ങി ജയിച്ചാൽ എനിക്കൊരു കിടിലൻ സർപ്രൈസ് ഞാൻ വച്ചിട്ടുണ്ട് എന്നവൾ പറയുമ്പോൾ ആണോ എങ്കിൽ ഞാൻ എന്തായാലും വാങ്ങിക്കും എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി സുധീഷിനെ നോക്കിക്കൊണ്ട് ഇതെന്ത് വട്ട എന്ന് നികേഷിനോട് ചോദിക്കുന്നുണ്ട്. അറിയില്ല എടുത്തി കുറച്ച് സമയമായി തുടങ്ങിയിട്ട് എന്നവനും പറയാണ്. അവൾ സുധീഷിനെ നോക്കിക്കൊണ്ട് ഹലോ എന്ന് വിളിക്കുമ്പോൾ സുധീഷും അവളെ കളിയാക്കാനായി ഫോൺ എടുത്ത് ചെവിൽ വെച്ച് ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ്. അയ്യേ എന്തൊരു ചളിയാ എന്നവൾ പറയുമ്പോഴേക്കും സുധീഷും അല്പം ചമ്മലോടെ അവളുടെ അടുത്തേക്ക് സ്കൂട്ടി എടുത്ത് വരികയാണ്. എന്താ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നേ എന്ന് അവൾ ചോദിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, പുറത്തിറങ്ങാന്ന് വെച്ചാൽ ലൈസൻസും കയ്യിലില്ല, ബോറടിച്ചിട്ട് വയ്യ, ഞാനേ ഒരു റൗണ്ടും കൂടി പോയി വരാമേ എന്ന് പറഞ്ഞ് അവൻ വണ്ടി എടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നിധിയും നികേഷിനോടായി ഏത് സബ്ജക്റ്റാ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു റൗണ്ട് പോയി വന്ന സുധീഷ് അവരുടെ മുന്നിൽ തെന്നി വീഴാൻ പോകുന്നുണ്ട്. നികേഷും നിധിയും അവനെ നോക്കി ചിരിക്കുമ്പോഴേക്കും എന്തിനാ ചിരിക്കുന്നേ എന്നവനും ചോദിക്കാണ്. അല്ല എത്ര പ്രാക്ടീസ് ഉള്ളവർക്കും ഇടയ്ക്ക് തെറ്റും എന്ന് മനസ്സിലായില്ലേ എന്നവൾ പറയുമ്പോൾ ഓടിക്കാൻ അറിയുന്നവരെ ഇടയ്ക്ക് തെന്നിയും വീഴുകയൊക്കെ ചെയ്യും, അറിയാത്തവർ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയും ചെയ്യും എന്ന് നിധിയെ കളിയാക്കിക്കൊണ്ട് സുധീഷും പറയുന്നുണ്ട്. നിധിയും അല്പ പരിഭവത്തോടെ ഞാൻ ചെറുതായൊക്കെ പഠിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഒരു ചുക്കും പഠിച്ചില്ല നിധി എന്ന് സുധീഷും പറയാണ്. എനിക്ക് അത്യാവശ്യം ഓടിക്കാനൊക്കെ അറിയാം എന്നവൾ പറയുമ്പോൾ എന്താ അത്യാവശ്യം, ഇങ്ങനെ ഒരു ടോയ് വാങ്ങി തന്നാൽ അതിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ ഇങ്ങനെ പോകും, അല്ലാതൊന്നും നിധിയെ കൊണ്ട് പറ്റില്ല, ഇത് നിധിയെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നല്ല നിധി എന്നൊക്കെ അവളെ കളിയാക്കിക്കൊണ്ട് സുധീഷ് പറയുന്നുണ്ട്. നികേഷും അത് കേട്ട് ഏടത്തി ചെറുതായൊക്കെ പഠിച്ചല്ലോ എന്ന് പറയുമ്പോൾ എന്ത് പഠിച്ചു, ഇങ്ങനെ വണ്ടിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനല്ലാതെ ഒന്നും പഠിച്ചിട്ടില്ല,
എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഞാനിപ്പോൾ ഓടിച്ചു കാണിക്കാം എന്ന് നിധിയും പറയുന്നുണ്ട്. ആ ഏട്ടത്തി, അത് തന്നെയാ ശരി, പോയി ഓടിച്ചു കാണിക്ക് എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഓടിച്ചു കാണിച്ചാൽ എൻ്റെ അഭിപ്രായം മാറും, പക്ഷേ അതിന് നിധിയെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറയുമ്പോഴേക്കും നിധിയും ഗീത ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞ് കീം വാങ്ങി വണ്ടിയിൽ ചെന്നിരിക്കുന്നുണ്ട്. വണ്ടിയിൽ കയറിയിരുന്ന നിധിയും അല്പം ടെൻഷനോടെ സുധീഷിനെ നോക്കിക്കൊണ്ട് എൻ്റെ പുറകിലിരിക്കുവോ എന്ന് ചോദിക്കാണ്. സുധീഷും പെട്ടെന്ന് സന്തോഷത്തോടെ ഓടിച്ചെന്ന് അവളുടെ പുറകിലിരിക്കുകയാണ്. സുധീഷിനെയും പുറകിലെത്തി നിധി വണ്ടി ഓടിക്കുമ്പോൾ സന്തോഷത്തോടെ അവളുടെ പുറകിലിരിക്കുന്ന സുധീഷിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം.